മാഷേ, കുഞ്ഞനന്ദന്റെ വല്ല വിവരവും കിട്ടിയോ? ചത്തു. എപ്പോ? ഇന്നലെ രാത്രി 12:30 മണിക്ക്. അപ്പൊ തന്നെ ശവം പ്രേതമായിട്ട് കണ്ടു വരികയും ചെയ്തു. ബാലകൃഷ്ണൻ ആദ്യം കണ്ടത്. അപ്പൊ ബാലകൃഷ്ണൻ ചത്തോ? ഇല്ലില്ല, കാലത്ത് സൈക്കിൾ എടുത്ത് ഇവിടുന്ന് പോയതാ. എവിടെയാ പോയത് ഒരു പിടിയില്ല. 12:30 ചത്തല്ലേ? അപ്പൊ മലബാർ എക്സ്പ്രസിനായിരിക്കും തല വെച്ചത്. ഇനിയിപ്പോ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കണ്ണൂർ എക്സ്പ്രസ് ഉണ്ട്. റെയിൽവേ ട്രാക്കിലാകാൻ സാധ്യതയില്ല. ഉറപ്പാണ്. പ്രേതത്തിന് ഒരു മിന്നൽ പോലെ ഞാനും കണ്ടു. തലയും കൈയും കാലും എല്ലാം ഉണ്ട്. ഏതെങ്കിലും ഡെഡ് ബോഡി ഉടനെ എത്തുമല്ലോ, അപ്പൊ അറിയാൻ വിവരം. പോലീസ് ഒരു വിരോധം എനിക്ക് അവനോടില്ല. എനിക്കും ഇല്ലല്ലോ. അതെ, ഞാൻ അവനെ ശാസിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വാത്സല്യം കൊണ്ടാണ്. അവനെന്റെ മോനെ പോലെയാ. അല്ല മാഷേ, ഈ കുട്ടികളെ ഇന്നെന്തിനാ സ്കൂളിൽ വിടുന്നത്? ഡെഡ് ബോഡി ഉടനെ എത്തൂലേ? പിന്നെ പോയി കുട്ടികളെ വിളിച്ചോണ്ട് വരുന്ന മെനക്കെടല്ലേ? ബോഡി വരുമ്പോ കരയാൻ കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. മഹാലക്ഷ്മിയും സ്കൂൾ പോകാൻ ഒരുക്കുന്നുണ്ട്. മാഷ് എന്താ ഈ പറയുന്നത്? ഇന്നിപ്പോ ഇവിടെ ആരും സ്കൂളിൽ പോണ്ട. ബോഡി വരുമ്പോ കരയാൻ ടീച്ചറും കൂടെ ഇരുന്നോട്ടെ. എന്തേ മോളെ, അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. മമ്മി, ശവം എത്തിയ ഉടനെ ദഹിപ്പിക്കണം. അല്ല, അമ്മ ജീവിച്ചിരിക്കുമ്പോ ശാസ്ത്രം നോക്കിയാ മൂത്രം ഒഴിക്കാൻ പറ്റുള്ളൂ. അയ്യേ, അതാ വരുന്നു. താനിത് എവിടെ പോയിരുന്നോടോ? റീത്തിന് വല്ലതും ഓർഡർ കൊടുക്കാൻ പോയതായിരിക്കും. ഓർഡർ കൊടുത്തോടോ? ഏയ്, അതിനൊന്നുമല്ല. വെളുപ്പാൻ കാലത്ത് തന്നെ മന്ത്രവാദിയെ കാണാൻ പോയതാ. അതാ ഇത് സംഘടിപ്പിക്കാൻ. ഒന്നും കൊണ്ടതില്ല. കെട്ടിയാട്ടെ. ഓ, ഇപ്പൊ ധൈര്യായി. ഒരു പിശാചും ദേഹത്തെ കടിക്കില്ല. ഒന്ന് അങ്ങോട്ട് കൊടുക്കണോ? നോ, പൊങ്ങച്ചം പറയാന്ന് കരുതരുത്. എനിക്ക് ഇമാതിരി അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഒരു വിശ്വാസവും ഇല്ല. മനുഷ്യന് വേണ്ടത് മനോബലമല്ലേ മാഷേ? ഇടോ, റെയിൽവേ ലോക്കൽ പോലീസേ, ആരെ ഇതിലെല്ലാം ചില സത്യങ്ങളുണ്ട്. 33 കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തിയിട്ടാ തന്നോട് പ്രതികാരം ചെയ്യുമെന്ന് അവൻ പറഞ്ഞു, അല്ലേ? ഒന്ന് അങ്ങോട്ടും കെട്ടിക്കൊടുക്കണോ? ആ കൈ ഇങ്ങോട്ട് നീട്ടിയാട്ടെ. നമ്മുടെ ദേഹം നമ്മൾ വേണം സംരക്ഷിക്കാൻ. നേരത്തെ തന്നെ ദേഹം ഭദ്രമാക്കിയില്ലേ? ഞാനിപ്പോ കൊണ്ടുവന്നില്ലേ? അടുത്ത കയ്യിലാവാം. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അരയിലൊരെണ്ണോ? ശാന്തനിക്ക് ഭയങ്കര നിർബന്ധമില്ല. എനിക്ക് കഴുത്ത് കെട്ടി കൊടുക്കുക. വേണ്ട വേണ്ട, കഴുത്തിലും ഉണ്ട്. പോക്കറ്റിലോട്ടിട്ട്. പോക്കറ്റില് മനോധൈര്യം കൂടിയാൽ എങ്ങനെയാ? ചുരുക്കിയത് 3 വർഷമെങ്കിലും വേണ്ടി. പോലീസ് എന്താ വിളിച്ചത്? മഹാലക്ഷ്മി, ഇത്രയും കാലമായിട്ട് ഞാൻ നിന്നോട് എന്തെങ്കിലും ആജ്ഞാപിച്ചിട്ടുണ്ടോ? എന്താ കാര്യം? ഉണ്ടോ? ഇല്ല. എങ്കിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നീയും കുട്ടികളും ഞാൻ അടക്കം 4 സ്കൂൾ പോകുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നൊന്നും ദയവായി എന്നോട് ചോദിക്കണ്ട. ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? എന്താ കാര്യം പറയൂ. കാര്യം എന്താ വെച്ചാ, എടോ പോലീസേ, ഞാൻ കാര്യം അവളോട് തുറന്നു പറയട്ടെ. എടോ, ആരെങ്കിലും ഒരാൾ അറിഞ്ഞിരിക്കട്ടെ. എന്നാ പറഞ്ഞോളൂ. എന്നാ താൻ പറ. ഏയ്, ഞാൻ സെന്റിമെന്റലായി പോകും. മാഷി എന്നെ പറഞ്ഞോളൂ. നിങ്ങളൊന്ന് പറയുന്നുണ്ടോ? മഹാലക്ഷ്മി, നമ്മുടെ കുഞ്ഞനന്ദൻ കുഞ്ഞനന്ദൻ മരിച്ചു. ഇവിടെ നോക്ക, ചാവാൻ ഒരുമ്പട്ടിറങ്ങിയ സ്ഥിതിക്ക് 1 മണിക്കൂർ നേരത്തെ വെച്ചാ നമ്മൾ സന്തോഷിക്കരുത്. വേണ്ടത് കരയരുത്, കരയരുത്, കരയരുത്. അകത്തുള്ളവർക്ക് നീ വേണം ധൈര്യം കൊടുക്കാൻ. ആരിപ്പ അറിയിക്കണ്ട. ചെല്ല്, അകത്തേക്ക് പോയിക്കോ. കൈയെടുക്കാൻ. അവളെ ഇത്തിരി മനക്കെട്ടിയുള്ള കൂട്ടത്തിലാ, അതുകൊണ്ട് പ്രശ്നമില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ ഒന്ന് അഭിനന്ദിച്ചേനെ. പറഞ്ഞതുപോലെ തന്നെ അവൻ ചത്തില്ലേ? അതിന് എന്നെ കാണാനാ ആദ്യം വന്നത്. അതങ്ങനെ തന്നെയാ. ഇഷ്ടമുള്ളവരെ കാണാനാ ആത്മാവ് ആദ്യം വരിക. എന്നോട് ഇത്ര അധികം ഇഷ്ടമായിരുന്നു ചത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഇഷ്ടപ്പെടാതിരുന്നാ മതിയായിരുന്നു. എന്താ ചേച്ചി, എന്ത് പറ്റി? എന്തോ ഉണ്ട്. എന്താന്ന് വെച്ചാ പറയേച്ചി. സത്യം ചെയ്യ്. ആരോടും പറയില്ല. ഇല്ല, ആരോടും പറയില്ല. നമ്മുടെ കുഞ്ഞിനെന്ത് മരിച്ചു ഇന്നലെ രാത്രി. എന്ത് ചേച്ചി, എന്തിനാ കരയണേ? എന്താണ് പ്രശ്നം എന്ന് പറയൂ.
സത്യം ചെയ്യ ആരോടും പറയില്ലെന്ന്. എന്താ? നമ്മുടെ കുഞ്ഞനന്തം മരിച്ചു. അയ്യോ, എന്താ മഹാലക്ഷ്മി? എന്ത് പറ്റി? ഞാൻ വിചാരിച്ച ആംബുലൻസ് ആണെന്ന്. ആംബുലൻസോ? ആംബുലൻസ് അല്ല, കുട്ടികൾക്ക് ഓംപ്ലേറ്റ് ഉണ്ടായി കൊടുക്കട്ടെ എന്ന് അവളെന്റെ അടുത്ത് ചോദിക്കാം. വേണ്ട വേണ്ട, വയറ് കേട് വരൂ. അപ്പോഴേ എപ്പോഴ് നിങ്ങളല്ലേ പോലീസ്? കുട്ടികളൊന്നും സ്കൂളിൽ വരുന്നില്ല, ലീവാ. നിങ്ങൾ പൊക്കോളൂ പൊക്കോളൂ. ശരി, പെർമിറ്റ് ഒക്കെ ഉണ്ടാവാ. അപ്പൊ പറഞ്ഞ പോലെ ശരി. നീ ഇതെവിടെ ആയിരുന്നടാ? 2 ദിവസമായല്ലോ കണ്ടിട്ട്. അത് ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയതാ. ഹലോ, ഇവിടെ സുഖമല്ലേ? വലിയ സുഖമൊന്നുമില്ല. ബലൂൺ പീപ്പി പോയി കളിച്ചോ. അമ്മയ്ക്ക് പൊരിയുണ്ട്. പെണ്ണുങ്ങളുണ്ട്. നന്നായി. ഈ മനുഷ്യന്റെ തലയ്ക്ക് മുട്ടി പിടിച്ചോ. എന്റെ ദൈവമേ, ആരാ ഇവിടെ പ്രേതത്തെ കണ്ട മഹാൻ? ഭയങ്കര ചതിയായി പോയി. ഞാൻ ഇനി ലീവ് കണ്ടിന്യൂ വരുമല്ലോ. പോയി കണ്ടിന്യൂ ചെയ്യണോ? മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്ക. അപ്പൊ കണ്ടിന്യൂ. ഹലോ, ഹായ്. ഓർക്കുന്നുണ്ടോ? മറക്കാൻ പറ്റുമോ? എന്താ ഇന്നത്തെ ഇന്റർവ്യൂ? ജോലി കിട്ടി, ജോയിൻ ചെയ്തു. റിയലി? ഓ ഗോഡ്, ഞാൻ പേടിച്ചു. എന്ത് വിഷമായിരുന്നോ ഞാൻ കാരണം. അതുകൊണ്ട് കിട്ടിയത്. സത്യം? ചളിയിൽ കുളിച്ചു വന്ന കാൻഡിഡേറ്റിനെ കണ്ടപ്പോ സിമ്പതി, പിന്നെ സ്മാർട്ടായിട്ട് 2 ഡയലോഗ് കാച്ചപ്പോ ജോലി ഉറച്ചു. എന്താ ഇവിടെ? ദേ എന്റെ ഫ്രണ്ട് വൈകുന്നേരങ്ങളിൽ എന്നും ഇവിടെ വരും. ആ ചുവന്ന് തുടുത്ത മുഖം എത്ര കണ്ടാലും മതി വരില്ല. പ്രഭാതത്തേക്കാൾ സൗന്ദര്യം പ്രദോഷത്തിനാ അല്ലേ? ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. വട്ട് കേസാണെന്ന് തോന്നുന്നുണ്ടോ? സത്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ആയുധവും ഏന്തി നിൽക്കുന്ന ഒരു തൊഴിൽ രഹിതൻ. പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് തന്നെ പ്രതിഷേധമില്ല. ഒരു നിമിത്തം പോലെ കിട്ടി, ദാറ്റ്സ് ഓൾ. ഞാൻ കുറച്ചു ദിവസമായിട്ട് തെരഞ്ഞെടുക്കായിരുന്നു. 3 ദിവസമായിട്ട് ഇതും കൊണ്ട് നടക്ക. എവിടെയെങ്കിലും വെച്ച് കണ്ടുകൂട്ടിയാ തരാൻ. താങ്ക്സ് ആദ്യം അറിയിക്കേണ്ടത് ഇവിടെയാണല്ലോ. പ്ലീസ് ടേക്ക് ഇറ്റ്. താങ്ക് യു. ഒന്നുകൂടി വേണമായിരുന്നു, എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാനാ. ഓ യെസ് പ്ലീസ്. എന്നും വരാറുണ്ടോ ബീച്ചിൽ? ചിലപ്പോ. ഞാൻ ഒരു ദിവസം വന്നില്ലെങ്കിൽ പുള്ളി പിണങ്ങും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അയ്യോ സമയായി, പോട്ടെ. ഓക്കെ, ബൈ. സീ യു. പിന്നെയും ഒരു ചോക്ലേറ്റ് കൂടി അവളെടുത്തു. വേണ്ടപ്പെട്ട ആർക്കോ കൊടുക്കാനാണത്രേ. ആരായാലും അവൻ ഭാഗ്യവാനാ. ഐശ്വര്യവും വളരെ സ്മാർട്ടായ ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ കിട്ടിയില്ലേ? നീ പേര് ചോദിച്ചില്ലേ? കണ്ടപ്പോ ഞാനത് മറന്നു. ഇനി കാണുമ്പോ ആദ്യം പേര് ചോദിക്കണം. ദൈവമേ, വാസോട്ടെ. എവിടെ നോക്കിയാണ് ഓടുന്നത്? സോറി. തോന്നിയതാ. പെട്ടെന്ന് പേടിച്ചു പോയില്ലേ? ഞാനും ഒക്കെ ഞാൻ കണ്ടു, ഓടുന്നതും ഒളിക്കുന്നതും. എന്നെ പറ്റിക്കാനായിരുന്നില്ലേ? യെസ് യെസ്.
ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. കണ്ടുപിടിച്ച് കളഞ്ഞു അല്ലേ കള്ളി. അങ്ങനെ തന്നെ എളുപ്പം വണ്ടിയാക്കാൻ പറ്റില്ല, മനസ്സിലായോ? ആ, ഇന്നലൊരു കാര്യം മറന്നു. വീട്ടിലെത്തിയപ്പോഴാ ഓർത്തത്. ഞാൻ പേര് ചോദിച്ചില്ല. അയ്യോ, ഞാനും മറന്നു. എന്താ പേര്? എന്റെ പേര് ലത എസ് പിള്ള. എന്റെ പേര് കുഞ്ഞനന്ദൻ. എന്താ കുഞ്ഞി അനന്തനായത്? അച്ഛന്റെ പേര് അനന്തൻ നായർ. ആറ്റുനോറ്റൊരു മോനുണ്ടായപ്പോ അച്ഛന്റെ പേരിനൊപ്പം കുഞ്ഞ് ചേർത്ത് വിളിച്ചു. അങ്ങനെ കുഞ്ഞനന്ദനായി. അമ്പലത്തിലെ ഉരുളി കമത്തിണ്ടായ മോനാ. ആ, അത് കണ്ടപ്പോ മനസ്സിലായി. ആ, ജോലി കിട്ടിയ വകുപ്പിൽ എന്റെ വക ഒരു ഐസ്ക്രീം കഴിക്കൂ. ഓ ഷുവർ. വീട്ടിലെ കുട്ടികളെ നാവിന് വഴങ്ങാൻ പേരൊന്നുകൂടി കുഞ്ഞാക്കി. അവരെന്നെ കുന്തൻ മാമ എന്നാ വിളിക്കാറ്. കുണ്ടൻ മാമൻ? അയ്യേ, കുണ്ടൻ മാമനല്ല, കുന്തൻ മാമ. KUNDHAN. കുന്തൻ. കുന്തൻ, നൈസ് നെയിം. ഞാനും എന്നെ അങ്ങനെ വിളിക്കുക. എങ്ങനെ? കുന്തൻ. ഇഷ്ടാവില്ലേ? ഹാവൂ. വാസോട്ടെ. എവിടെ പോയി? സോറി. പെട്ടെന്ന് എവിടെ പോയി? എന്താ ഓടിക്കളഞ്ഞത്? അല്ല, അത് പിന്നെ നമ്മൾ. എനിക്കറിയാം, ഫ്രണ്ട്സുകൾ ആരോ കണ്ടു അല്ലേ? ഇനിയിപ്പൊ ചോദിക്കും, ഐസ്ക്രീം നുണഞ്ഞ് കൂടെ ചെത്തി നടക്കുന്ന പെണ്ണ് ഏതാണെന്ന്. അപ്പൊ എന്ത് പറയും? അപ്പോ ഞാൻ എന്താ പറയേണ്ടത്? ചുമ്മാ പറഞ്ഞേക്ക്, എന്റെ ലവർ ആണെന്ന്. എന്താ, എന്നെ പ്രേമിക്കാൻ കൊള്ളില്ലേ? See you, Kundu. Bye. Bye. കുണ്ടൻ അഥവാ കുന്തം, നിനക്ക് പറ്റിയ പേര് തന്നെ അവള് വിളിച്ചിരിക്കുന്നത്. കൊതിപ്പിക്കാണ് അവള്, ശരിക്കും കൊതിപ്പിക്ക. എന്താ ഇത്? ഈ സ്നേഹവും തുമ്മലും ഒരുപോലെയാ, അടക്കി വെക്കാൻ പറ്റില്ല. ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരവിലവുമായ അസുലഭ നിമിഷത്തിൽ നമുക്കിങ്ങനെ അല്പം ജോഡി ചേർന്ന് TV